അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ ഒരു സ്ഥലത്താണ്. ഇത് നമ്മൾ ചണ്ണപ്പേട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്കൊരു സുന്ദരമായ കാഴ്ചയുണ്ട്. ആ കാഴ്ച തേടിയിട്ടാണ് വന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 4 വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതൊരു മഴ സമയമായിരുന്നു. അപ്പോൾ മഴ സമയം മാറി, വെയിലും ചൂടൊക്കെ ആണെങ്കിൽ പോലും നമുക്കവിടുത്തെ കാഴ്ചകൾ കാണാൻ അതിമനോഹരമായതുകൊണ്ട് ഈ മലയുടെ മുകളിൽ നിന്ന് പൊന്മുടി പോലും കാണാൻ പറ്റും എന്ന് പറയപ്പെടുന്നുണ്ട്. കുടുക്കത്ത് പാറ എന്ന് അറിയപ്പെടുന്ന ഒരു മലയാണ്. നല്ല പ്രകൃതി ഭംഗിയും കാര്യങ്ങളും. ഇപ്പോൾ എൻ്റെ പുറകിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഫുള്ള് മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ അക്കേഷ്യ പോലത്തെ ഒരു മരം എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. റോഡൊക്കെ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള റോഡുകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് നേരം ഇവിടെ നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേ പോയിട്ട് അവിടെ നിന്ന് അകത്തോട്ട് കയറി പോകുന്നിടത്താണ് ഈ കുടുക്കത്ത് പാറ. അങ്ങോട്ട് പോകാൻ വേണ്ടി പോകണം കേട്ടോ. കുടുക്കത്ത് പാറ എക്കോ ടൂറിസം ഇതിനകത്തോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടെ ഒരു മറ്റേ കുരിശും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയ ജംഗ്ഷനാണ്. പിന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കയറി പോയിട്ട് വരാം. ഓഫ്, നമുക്ക് ഫുള്ള് നമ്മുടെ പിന്നെ ഈ അക്കേഷ്യ മരങ്ങൾ പോലത്തെ മരങ്ങൾ നിൽക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഭീകരമെന്ന് പറഞ്ഞാൽ കാണാൻ അതിഭീകരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. വരുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വലത്തോട്ട് വഴിയുണ്ട്, അതിലേ പോകരുത്. ഇതിൽ നേരെ തന്നെ പോകണം. ഓഹോ, കണ്ടോ, അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. റോഡ് സ്വല്പം മോശപ്പെട്ട റോഡാണ് കേട്ടോ. എന്നാലും നമ്മൾ ഈ കാറും കൊണ്ടൊക്കെ പോകാൻ പറ്റുന്നൊരു സെറ്റപ്പിലുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കാം, നമുക്ക് മേലോട്ട് കയറിപ്പോയിട്ട് നോക്കാം. അവിടെ വേറെയും കാറുകളും വണ്ടികളൊക്കെ ഉണ്ടാകുന്ന അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ഏതായാലും വഴി ഒരല്പം മോശമാണ്. എന്നാലും അദ്ദേഹം കാർ എടുത്തുകൊണ്ട് വരികയാണ്. ഓഫ് റോഡ് കാറ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് വഴി വരുന്നത് കാണാം. അല്ലോ എന്താകുമെന്നറിയില്ല. വഴി ഒരല്പം മോശമാണ്. ഓഫ് റോഡൊക്കെ ആണെങ്കിൽ ഉഷാറായിട്ട് വരും. എന്താണെന്നറിയില്ല, നോക്കാം. നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല കേട്ടോ. വണ്ടി ഇങ്ങോട്ട് കയറിയാലും ഇങ്ങോട്ട് റോഡ് മോശമാണ്. കയറി വരും, പക്ഷേ വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ അടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കല്ലും കാര്യങ്ങളൊക്കെയാണ്. ഓഫ് റോഡ് വണ്ടിയില്ലല്ലോ. അപ്പോൾ വണ്ടി നമ്മളവിടെ ഇട്ടിട്ട് വേറെ ബലേനോയും കാര്യങ്ങളെല്ലാം വണ്ടികൾ അവിടെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മളിങ്ങോട്ട് നടക്കുക. നടന്ന് ഇനി കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ നടന്ന് പോയി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ. എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ്, ഉഷാറായി. വണ്ടിക്കൽ കല്ല് പോയ ഫീലിംഗ് ഉണ്ട്. കല്ല് കണ്ടപ്പോഴേ പോകുമ്പോൾ അറിയാം. അതെ, ഇല്ലിക്കൽ കല്ല് പോലെ മുകളിൽ ഒരു സംഭവം ഉണ്ടല്ലേ. പിന്നെ ഒരു പാറ, സെയിം മോഡല്, 2 പാറന്നല്ലേ, ഒരു വലുതും ഒരു ചെറുതും. നമ്മൾ വണ്ടി കൊണ്ടുവരാത്ത ഹൈറായി. കാരണം വണ്ടി വെറുതെ പണിയായതിന്. നമുക്ക് ഫുള്ള് കല്ല് കാര്യങ്ങൾ. നോക്ക്, ഇതിലൂടെ ടയർ പിടിച്ചു. ഒന്നാം ടയർ ഇപ്പോൾ പുതിയ മാറിയതേ ഉള്ളൂ. അവസാനം ആലോയിലൊക്കെ പൊട്ടു. അതെ, നോക്കി ഫുള്ള് കല്ലൊക്കെ ഇളവിയിരിക്കുക. നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ശക്തമായ ചൂടിൽ നല്ലൊരു തണുപ്പ് കിട്ടിയൊരു ആശ്വാസമുണ്ട്. അടിപൊളിയാണ്, സെറ്റാണ്. ആ മരങ്ങൾക്കിടയിലൂടെ കാണുന്നതാണ് കുടുക്കത്ത് പാറ കേട്ടോ. നമ്മൾ ഏകദേശം എത്താറായി. അപ്പോൾ അവിടെ കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഏകദേശം 360 സ്റ്റെപ്പുകൾ, പടികളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഈ കാണുന്ന 360 സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് പോകണം. ഇവിടെ തുടക്കം തന്നെ നല്ല കാഴ്ചകളുണ്ട്. നമ്മളേതായാലും സ്റ്റെപ്പും പടിയും കയറാൻ തുടങ്ങി. 1, 2, 3, 4 അങ്ങനെ എണ്ണി കയറാനൊന്നും പറ്റില്ല. നല്ല അടുപ്പിച്ചടുപ്പിച്ചാണ് കയറുന്ന സമയം. നല്ല തളർച്ചയും ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടും. ഒരു വെള്ളം എടുത്ത് വെച്ചാൽ നല്ലത്, അൽഹംദുലില്ലാ. ഏതായാലും സുന്ദരമായ കുറേ കാഴ്ചകൾ നമുക്ക് മുമ്പിലൂടെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടുത്തെ കയറി വരുന്ന വഴിയിൽ തന്നെ ഇതുപോലെ വള്ളിപ്പടർപ്പുകളും അതിലൂടെ ഇങ്ങനെ ഊഞ്ഞാല് പോലെ കാട്ടുവള്ളികൾ ഇങ്ങനെ കട്ടിയുള്ള വള്ളികൾ പറന്ന് എന്താണ് കിടക്കുന്നതായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. ക്ഷീണിച്ചു. 100 സ്റ്റെപ്പ്, 260 സ്റ്റെപ്പ് ഉണ്ട്. അൽഹംദുലില്ലാ, കയറാം അല്ലേ. അതെ, നല്ല ഉഷാറുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, കുഴപ്പമില്ല. വലിയ പാറാണ്.
അപ്പോൾ അതാണ് ഇല്ലിക്കൽക്കല്ലിൻ്റെ പാളി കേട്ടോ. പക്ഷേ സോറി, ഇല്ലിക്കൽക്കല്ലല്ല, കുടുക്കത്ത് പാറയുടെ. ഫൈനലി ഞങ്ങൾ ഒന്നാമത്തെ വ്യൂവിൻ്റെ അവിടെ എത്തി. ഇത് ആ കാണുന്നതാണ് പൊന്മുടി മലകൾ. പിന്നെ ഇതെല്ലാം വനമാണ് കേട്ടോ. ഈ കാണുന്ന ഇതെല്ലാം വനമേഖലയാണ്. ഓക്കെ, നമ്മൾ ആ ഒന്നാമത്തെ വ്യൂ കഴിഞ്ഞിട്ട് ആ പൊന്മുടി കാണുന്ന വ്യൂ കഴിഞ്ഞ് മുമ്പിൽ വരുമ്പോൾ അതുപോലെ സ്റ്റെപ്പുകളാണ്. അത് കഴിഞ്ഞ് കയറി വരുമ്പോൾ ഇടത് സൈഡിൽ ഇതുപോലെ പുലിമട പോലത്തെ ഒരു സ്ഥലമുണ്ട്, പുലികൾ താമസിക്കുന്ന ഗുഹ പോലത്തെ. അതിനകത്തൂടെ കയറി നമ്മൾ പോകുമ്പോഴും കുറച്ച് മുമ്പോട്ട് ചെന്ന് നോക്കുമ്പോഴും നല്ല അടിപൊളി വ്യൂ ആണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നല്ല അടിപൊളി വ്യൂ, നല്ല പുറത്തോട്ടുള്ള സൂപ്പറായിട്ടുള്ള വ്യൂ. അവിടെ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ദിക്കറൊക്കെ ചൊല്ലിയിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം. കല്ലാണോ കുടുക്കത്ത് പാറയാണോ നമ്മൾ അന്താളിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയം, ഈ വ്യൂ പോയിൻ്റ് സമയം. കാരണം നമ്മൾ കയറി വന്ന് ഈ മുകളിലെത്തുമ്പോൾ ഈ വ്യൂ പോയിൻ്റ് എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നതിൻ്റെ കൂടെ ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച. ഓക്കെ, മാരക വ്യൂ എന്ന് പറയാൻ മാരക വ്യൂ. ഏതായാലും ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കാറ്റും കൊണ്ടൊക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് പതുക്കെ നമ്മളവിടെ നിന്ന് പടി ഇറങ്ങി കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.